2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി ഹെയർ ചോയ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദശമുഖങ്ങളിൽ പുസ്തകം പ്രകാശനം ചെയ്തു. കൊച്ചി ഹെയർ ചോയ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാഗ്ലിൻ ജാക്സൺ എഴുതിയ ദശമുഖങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം KJ മാക്സി MLA നിർവഹിച്ചു. മാഗ്ലിൻ ജാക്സൺ എഴുതിയ ദശമുഖങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം. ഒരു ബുക്ക് എഴുതാൻ എല്ലാവർക്കും കഴിയും എന്നുള്ള ബന്ധത്തിലൂടെയാണ് മാഗ്ലിൻ ജാക്സന്റെ ഈ പുസ്തകം. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ഞാൻ പുസ്തകം ഇന്നലെ കിട്ടിയതെന്ന് വെച്ച് നോക്കുമ്പോൾ കഥകളുണ്ട്, കവിതകളുണ്ട്, യാത്രാവിവരണങ്ങളുണ്ട്, പോസ്റ്റ് ചിന്തകളുടെ കുറേ ഭാഗങ്ങളുണ്ട്, കുറേ ലേഖനങ്ങളുണ്ട്, പല പല മേഖലകളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും കൂട്ടിച്ചേർത്ത് 10 കാര്യങ്ങളാണ് ഈ ബുക്കിൽ വരുന്നത്. തോപ്പുംപടി സേവർ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ MM സലീം അധ്യക്ഷത വഹിച്ചു. ജിൻസി ദിലീപ് സ്വാഗതം പറഞ്ഞു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ ജോയ് ചക്കാലക്കൽ, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഖാദിയൻ ഇടക്കൊച്ചി സലീം കുമാർ പുസ്തകം പരിചയപ്പെടുത്തി. നമ്മൾ കൊച്ചിക്കാർ ഗ്രൂപ്പ് ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് ആദരവ് സമർപ്പണം നടത്തി. കൌൺസിലർ ഷീബ ഡൂറം, സിനിമാതാരം സാജൻ പള്ളുരുത്തി, പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി, ജെ സേവ്യർ, അബ്ദുള്ള മട്ടാഞ്ചേരി, VK പ്രകാശൻ, മാഗ്ലിൻ ജാക്സൺ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷംല ബാബു നന്ദി പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. 5 കഥകളാണ് ഇതിലുള്ളത്. 5 കഥകളിൽ ശ്രദ്ധേയമായിട്ടുള്ള നല്ല സാഹിത്യ വൈഭവത്തോടുകൂടി എഴുതിയ പദചാരുതയോടുകൂടിയ കഥകൾ വായിക്കാൻ കഴിഞ്ഞു. പോസിറ്റീവ് ചിന്തകളിൽ എന്നും നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. സഹിഷ്ണു, സ്നേഹം, ഇതെല്ലാം നമ്മൾ വെച്ച് പുലർത്തണം. സത്യം ചെരിപ്പിടുമ്പോഴേ നുണ 100 വട്ടം ലോകം ചുറ്റി സഞ്ചരിക്കുമെന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് കൃത്യമായിട്ടുള്ളൊരു വിവക്ഷയോടുകൂടി മാഗ്ലിൻ ഈ പുസ്തകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ അറിയപ്പെടുന്നത് മാഗ്ലിൻ എന്ന് പറയുന്നത് പലരും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ളത് പണ്ടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ വീട്ടിൽ മരുന്നാളുള്ളൂ, കല്യാണത്തിനും ആളുള്ളൂ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.